സുഹൃത്തുക്കളെ, ഇനി പോകുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നതിന് വേണ്ടിയാണ്. പ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിമ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ വാഹനമാണ് നിൽക്കുന്നത്. അതിൻ്റെ ഡ്രൈവർ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞങ്ങൾ എത്തി നിൽക്കുന്നത് കെവാഡിയ എന്ന ഗ്രാമത്തിലാണ്. അല്ല, ഇതിപ്പോൾ ഏകതാ നഗർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു അത്ഭുതം നിലകൊള്ളുന്നുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ യാത്രി ടീം അംഗങ്ങളാണ്. ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകതാ പ്രതിമ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ യാത്രി ടീം അംഗങ്ങളാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ ടൂർ മാനേജർ വിജയശ്രീ ലാളിതനായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിജിത്ത്. പിന്നെ മറ്റാൾക്കാരും ഉണ്ട്, യാത്രി ടീം അംഗങ്ങൾ. അങ്ങനെ വളരെ സന്തുഷ്ടരായി ആകാംക്ഷാഭരിതരായിട്ടാണ് സഞ്ചരിക്കുന്നത്. കാരണം ഇതുപോലെ ഒരു പ്രതിമ ഇനി കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഇനി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പറ്റത്തില്ല. മാഡം, വിജയ് സാറേ, ഓക്കെ, ബായ് ബായ്. മാസ്ക് ഇട്ട ആളിനെ നമുക്കറിയാം, അനിൽകുമാർ. ബായ് ബായ്. അപ്പോൾ എല്ലാവരും ഇത്ര കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, ബായ് ഹായ്. മാഡം, എന്നെ പറ്റി സഹായം വല്ലതും വേണോ? ഒന്നും വേണ്ട, ഇതൊക്കെ എന്തോന്ന് ഇതല്ല. ഓക്കെ, അപ്പോൾ ലോങ് ക്യൂ ആണ് വന്നിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ്. ഏകതാ പ്രതിമ എന്ന് പറയും. ഏറ്റവും ഉയരം കൂടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതോ പ്രിയ സുഹൃത്തുക്കളെ, ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ 182 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഈ 182 എന്ന് പറയുന്ന കണക്ക് ഗുജറാത്ത് അസംബ്ലിയിലെ സീറ്റുകളുടെ എണ്ണമാണ് 182. അപ്പോൾ 182 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഇനി ഇതിനൊരു പീഠമുണ്ട്. പീഠത്തിന് 58 മീറ്ററാണ്. പീഠത്തിന് മുകളിലാണ് നിൽക്കുന്നത്. 58 മീറ്റർ ഉയരമുള്ള പീഠം, അതും കൂടി കൂട്ടിയാൽ 240 മീറ്റർ മൊത്തം ഉയരം ഉണ്ടാവും. അതുകൊണ്ട് ഇത് പ്രതിമ എന്നുള്ള നിലയിൽ തന്നെ 182 മീറ്റർ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. അപ്പോൾ പീഠം ഉൾപ്പെടെ 240 മീറ്റർ ഉയരം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുന്നതിന് വേണ്ടി അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ്. ഇവിടെ ചില ഫൗണ്ടനും കാര്യങ്ങളുമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പൂക്കളും ഒക്കെ കറക്റ്റായിട്ട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഫോട്ടോ പോയിൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാർ, നമ്മുടെ ടീം അംഗങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഏകതാ വാൾ, ഏകതാ വാളുണ്ട്. പിന്നെ എല്ലാ ഭാഷയിലും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് മലയാള ഭാഷയിലും ഉണ്ട്. ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. വൺ ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ എന്നുള്ള ആശയം എല്ലാ ഭാഷയിലും. ഏകതാ വാൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഗ്രാമങ്ങളും ചേർന്ന ഏകത എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഏകതാ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ,
സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോ, നർമ്മദയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നർമ്മദ അങ്ങ് താഴെ നർമ്മദ സരോവർ ഡാമുണ്ട്. സർദാർ സരോവർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. നർമ്മദ നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഡാം. അപ്പോൾ ഇതതിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു സാധു ബെറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് നമ്മുടെ ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിലകൊള്ളുന്നത്. കണ്ടോ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഇത്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് കാണുന്നത്. ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. നമ്മുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിരുന്ന ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ഗവൺമെൻറ്റിൽ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്ക് മനുഷ്യൻ്റെ പ്രതിമയാണ് ഈ ഗുരുത്വമാർന്ന പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലുത്. ഇങ്ങനെ ഒരു ഉരുക്ക് മനുഷ്യൻ്റെ പ്രതിമ നിർമ്മിക്കുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിരിക്കണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ആ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളൊക്കെ എത്രയും ലഘുത്വം ഉള്ളവരായി മാറുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉരുക്ക് മനുഷ്യൻ ഇന്ത്യയിലെ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച മഹാ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് കാണുന്നത്. ഓക്കെ, ആ സുഹൃത്തുക്കളെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന മഹത് സൃഷ്ടി കാണുന്നതിന് വേണ്ടി ആകാംക്ഷാഭരിതരായിരിക്കുന്ന, എക്സൈറ്റഡ് ആയിരിക്കുന്ന നമ്മുടെ യാത്രികർ സുഹൃത്തുക്കളാണ്. യാത്രിയുടെ കൂടെ എത്തിച്ചേർന്ന യാത്രികരാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഏകതാ പ്രതിമ കണ്ടു തന്നെ അടങ്ങൂ എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ അംഗങ്ങൾ വന്നു. ടൂർ മാനേജർ എത്തി. ഏകദേശം സർദാർജിയുടെ ഇത്ര അവിടുന്ന് ബാക്ക് വ്യൂ, ഫ്രണ്ട് വ്യൂ, തിരിച്ച് താഴെ തന്നെ വേണം. വന്നു കഴിഞ്ഞാൽ മ്യൂസിയം മൊത്തത്തിൽ ഇൻഫർമേഷൻസും കാര്യമുണ്ട്. അതൊക്കെ കളക്ട് ചെയ്ത് പുറത്തു വരിക. പുറത്തു വന്ന് എസ്കലേറ്റർ കയറുക, നേരെ അതിന്റെ പാദം വരെ പോകും. തിരിച്ച് ഇതാണ് നമ്മുടെ അംഗങ്ങൾ. ആ ലിഫ്റ്റാണ്. അതെ, എല്ലാവരും ഉണ്ട്. കാര്യങ്ങൾ വിശദീകരിച്ചത് വിജിത്ത്, ടൂർ മാനേജർ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എൻട്രൻസിൽ കാണുന്ന പ്രതിമ ഏതാണെന്ന് നോക്കിക്കൊള്ളണം. ഉരുക്ക് മനുഷ്യൻ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഉരുക്ക് കൊണ്ടുള്ള ഹൃദയത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു പ്രതിമ തന്നെയാണ്. അതിമനോഹരമായ പ്രതിമ. അതിശക്തമായ ഒരു മനുഷ്യൻ്റെ, അതിശക്തനായ മനുഷ്യൻ്റെ മുഖം ആണ് കാണുന്നത്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ വന്നിരിക്കുകയാണ്. ഏകതാ പ്രതിമയുടെ ഒരു ചെസ്റ്റ് വരെ ഉയരത്തിലെത്തിയിരിക്കുകയാണ്. ഒരു കാലിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത്. ഇത് 152 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതിമയുടെ ടോപ്പിലെത്തിയിട്ടില്ല. ചെസ്റ്റ് വരെ ഉള്ളൂ. ചെസ്റ്റ് വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. നമ്മുടെ യാത്രി ടീം അംഗങ്ങൾ കുറച്ച് പേർ, അബിത മാഡം, യെസ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നവിടെ എഴുതിയിട്ടുണ്ട്. കാണുമോയെന്നറിയത്തില്ല, ഉണ്ട്, എഴുതിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി നർമ്മദാ നദിയുടെ മറുകരയിലുള്ള ആ ചെറിയ കുന്നിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ നർമ്മദാ നദിയാണ്. സർദാർ സരോവർ ഡാം ആണ് താഴെ കാണുന്നത്. അപ്പോൾ ഈ ഗ്രില്ലുള്ളതുകൊണ്ട് അത്ര വ്യക്തമല്ല. രാത്രി ഈ മംഗങ്ങൾ കുറച്ച് പേരെത്തിയിട്ടുണ്ട്. ലിഫ്റ്റിൽ ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. മൊത്തം 27 പേരാണുള്ളത്. ഇതാ സർദാർ സരോവർ ഡാമാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ ഡാമാണ് സർദാർ സരോവർ ഡാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നർമ്മദാ നദിയുടെ മറുഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു ചെസ്റ്റ് വരെയുള്ള ഉയരം 152 മീറ്റർ ഉയരത്തിൽ നിന്നാണ് മറുവശം നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഭാഗം അത്രത്തോളം ക്ലാരിറ്റി വരുന്നില്ല, കാരണം ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് അത്ര ക്ലാരിറ്റി ഉള്ള ഗ്ലാസ് അല്ല, എന്നാലും ഉള്ള ക്ലാരിറ്റിയിൽ കാണിക്കാം. അങ്ങ് ദൂരെ ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്. കിട്ടുമോ എന്നറിയത്തില്ല. മാത്രമല്ല അതൊരു മൂടൽ മഞ്ഞുമുണ്ട്, അതുകൊണ്ട് പൊതുവെ ഒരു ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നർമ്മദാ നദിയിൽ സർദാർ സരോവർ ഡാം വന്നിരിക്കുന്നു. ഈ ചെറുദ്വീപിൽ, ഈ നർമ്മദാ നദിയിലുള്ള ചെറുദ്വീപിൽ, ഇത് സാധു ബെറ്റ് എന്നറിയപ്പെടുന്നു. ആ ദ്വീപിലാണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഈ മാർവലസ് ആയിട്ടുള്ള ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, ഏറ്റവും കരുത്തുറ്റ ഉരുക്ക് മനുഷ്യന് ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വളരെ അർത്ഥവത്താണ്. തീർച്ചയായും അത്രയും ശക്തനായ ഉരുക്ക് മനുഷ്യന് ഇത്രയും വലിയ ഒരു പ്രതിമ തന്നെ ആവശ്യമാണ്. ഓക്കെ, അതോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാലിലൂടെ മുകളിലേക്ക് കയറി മറുകാലിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. കാലിനുള്ളിലൂടെ എന്ന് പറഞ്ഞാൽ പ്രതിമയുടെ കാലിനുള്ളിലൂടെ ഉള്ള ലിഫ്റ്റിൽ കയറി ചെസ്റ്റ് വരെ പോയിട്ട് അവിടെ ഒരു ഗാലറി ഉണ്ട്. അവിടെ നിന്ന് ചുറ്റുപാടും കണ്ട ശേഷം താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹാള് പോലെ, ഇവിടെ അതിൻ്റെ വിവിധ ചരിത്ര സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. ഗാന്ധിജി, അപ്പോൾ ചരിത്ര മുഹൂർത്തങ്ങൾ, ഇത് പണിയാനിടയായ സാഹചര്യം ഒക്കെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അത് കുറേ കാട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ സംഗതി ഉണ്ട് എന്ന് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നെഹ്റുവിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഹോം മിനിസ്റ്ററായിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഉപപ്രധാനമന്ത്രിയായിരുന്ന ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ പ്രതിമ ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്നു, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. തീർച്ചയായിട്ടും ഇന്ത്യയിലെ 562 നാട്ടുരാജ്യങ്ങളെ, ഭിന്നിച്ചു നിന്ന നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യം ഊട്ടി ഉറപ്പിച്ച് ഒന്നാക്കി എന്ന് പറഞ്ഞാൽ അതൊരു ഉരുക്ക് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായ പ്രതിമ, ചരിത്ര മുഹൂർത്തങ്ങളാണ് ഈ കാണുന്നത്. വല്ലഭായ് പട്ടേൽ, ഗാന്ധിജിയുമൊത്ത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചരിത്രങ്ങളും കാണിക്കുകയാണ്. അത്തരം ഒരു ഗംഭീരമായ ഉരുക്ക് മനുഷ്യന് ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ഗംഭീരമായ ഒരു പ്രതിമ വേണം എന്ന് തീരുമാനിച്ച ശ്രീമാൻ നരേന്ദ്രമോദി 2010 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തീരുമാനമെടുത്തതാണ്. പ്ലാൻ ചെയ്തു, പ്രഖ്യാപിച്ചു. 2013 പ്രതിമയുടെ നിർമ്മാണം തുടങ്ങി. 2018 നിർമ്മാണം പൂർത്തിയായി. പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു, അത് നരേന്ദ്രമോദി.
ഒരു പ്രധാനമന്ത്രി അതിനെ ഉദ്ഘാടനം ചെയ്തു 2018. അപ്പോൾ 2013 ഉദ്ഘാടനം 2010, നിർമ്മാണം തുടങ്ങിയത് 2013. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. അത് നിർമ്മാണം പൂർത്തിയാക്കി 2018 ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെയുള്ള ഗംഭീരമായ പ്രതിമയുടെ ഒരു ചെറു രൂപം അവിടെ ഉണ്ട്. ഇത്തരം അനവധി ചെറു രൂപങ്ങൾ ഉണ്ടാക്കി പ്ലാൻ ചെയ്ത് അതിൻ്റെ കരുത്ത് മനസ്സിലാക്കിയാണ് ഈ അത്യുഗ്രൻ പ്രതിമ, യഥാർത്ഥ പ്രതിമ നിർമ്മിച്ചത്. ആ തലയുടെ ബാക്ക് ഭാഗം ഇവിടെ കാണുന്നുണ്ട്. രാം വി സുതാർ എന്ന് പറയുന്ന ഇന്ത്യൻ ശില്പി, അതിപ്രഗത്ഭനായ ഇന്ത്യൻ ശില്പിയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആർക്കിടെക്റ്റ്, ശില്പി എന്ന് പറയുന്നത് രാം വി സുതാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഇന്ത്യൻ ശില്പി. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ചതാണ്. ഇത് വളരെ വളരെ സ്ട്രോങ് ആണ്. 180 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെ പോലും തടഞ്ഞു നിർത്തുന്ന, അതിനെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരു സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അവിടെ പിന്നെ വിഷ്വലി പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയുള്ള ഇത് കിട്ടിയില്ലെങ്കിലും ഏകദേശം അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വ്യക്തമായിരിക്കണം. ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ വീണ്ടും പട്ടേൽ പ്രതിമ, ഏകതാർ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ചുവട്ടിൽ എത്തിയിരിക്കുകയാണ്. ചുവട്ടിലുള്ള ഹാളിലെത്തിയിരിക്കുകയാണ്. അവിടെ ഇതാ കാണുന്നു നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മുഖം. അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ.